എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ചുമത്തിയ താരിഫ് കുറച്ചുവെന്നും, അതായത് നേരത്തെ ഉണ്ടായിരുന്ന 25% എന്നുള്ള താരിഫ് കുറച്ചുകൊണ്ട് 18% ഇന്ത്യയുമായിട്ടുള്ള കരാറുകൾ ഉണ്ടാക്കിയെന്നും, ഇന്ത്യയിലേക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 0% ടാക്സ് ആയിരിക്കും ഇന്ത്യ ഏർപ്പെടുത്തുക എന്നും, ഇന്ത്യ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നതിന് പകരം ഇനി മുതൽ അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നുമുള്ള ഓയിലുകളാണ് വാങ്ങുക എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കരാറുണ്ടായി എന്ന് പറയുന്നു. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 50% നികുതി ചുമത്തൽ അത് 25 കുറച്ചു, ഇപ്പോൾ അത് 18%. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2024 വരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഈ ഒരു നികുതി എന്നുള്ളത് വളരെ കുറഞ്ഞതാണ്. ആ നികുതിയുടെ എത്രയോ ഇരട്ടിയാണ് ഈ 18% തന്നെ. അതിനേക്കാൾ അപ്പുറമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷമുണ്ടായ 25%, 50% ഒക്കെ. ഇതൊക്കെ മറ്റൊരു കാര്യമാണ്. എങ്കിലും കോൺഗ്രസും മറ്റു ഇന്ത്യയിലുള്ള പ്രതിപക്ഷവും പ്രധാന വിമർശനമായി ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപും മറ്റുള്ള വിദേശ രാഷ്ട്രങ്ങളുമാണ് എന്നാണ്. അഥവാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും കേന്ദ്രം ഭരിക്കുന്ന RSS പിന്തുണയുള്ള BJPയുടെ NDA സർക്കാരിനുമൊന്നും ഇന്ത്യയുടെ വിദേശ നയം സ്വീകരിക്കുന്നതിലും ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും വ്യക്തതയോ കഴിവോ ശേഷിയോ ഇല്ല എന്നാണ് വിമർശനമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെടുന്നു. ഒരു ഇമെയിലിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ടെന്നാണ് പറയുന്നത്. എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, എപ്സ്റ്റീൻ ഫയലിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ലോകത്ത് ഗതിവിധ്യാനമുണ്ടാക്കിയ അവരുടേതായ മേഖലകളിൽ, മൈക്കിൾ ജാക്സൺ ഡാൻസിൽ, അല്ലെങ്കിൽ ഈ മറ്റുള്ള ബിൽഗേറ്റ്സ് അടക്കമുള്ള ആളുകൾ ബിസിനസ്സിൽ, ഇങ്ങനെ തുടങ്ങിയ ഓരോ ആളുകൾ, ഇന്ത്യയിൽ അംബാനിയുടെ പേരൊക്കെ അതിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 3 ലക്ഷം രേഖകൾ, 30 ലക്ഷം രേഖകളൊക്കെ ഉണ്ട്. അതിൽ ലോകത്ത് പല ആളുകളുടെയും പേരുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ വിദേശ നയം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് തീരുമാനിക്കുന്നതെന്നുള്ള പ്രതിപക്ഷ വിമർശനത്തെ പറ്റിയാണ്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? കാരണം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായപ്പോൾ അത് തങ്ങളാണ് നിർത്തിവെച്ചത് എന്നുള്ള പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അഥവാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഈ ഒരു സംഘർഷങ്ങൾ അവസാനിപ്പിച്ചത് തങ്ങളാണെന്ന് പറയുന്നു. ഇന്ത്യയുടെ കാലങ്ങളായിട്ടുള്ള ഒരു നയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അത്. കാരണം എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, അതിർത്തി പ്രശ്നങ്ങളുണ്ടെങ്കിലും, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തങ്ങൾ തന്നെ തീർത്തോളം എന്നാണ് പരമ്പരാഗതമായിട്ട് ഇന്ത്യയുടെ നിലപാട്. ഇതിൽ നിന്നും വിരുദ്ധമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്ന്, ഞാനാണ് ഈ പ്രശ്നമൊക്കെ അവസാനിപ്പിച്ചത്, ഞാൻ ഇന്ത്യയോട് നിർത്താൻ പറഞ്ഞു, ഞാൻ പാകിസ്ഥാനോട് നിർത്താൻ പറഞ്ഞു, അപ്പോൾ അവർ യുദ്ധം നിർത്തിയെന്ന് പറയുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിനൊരു മറുപടി ഒന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഈ ഒരു പ്രധാന വിമർശനം എന്നുള്ളത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ താരിഫും, ഇന്ത്യ എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണം, എവിടെ നിന്നും വാങ്ങണം, വാങ്ങിയില്ല എങ്കിൽ ഞങ്ങൾ ചുമത്തുന്ന താരിഫ് ഇങ്ങനെ ആയിരിക്കുമെന്നായിരുന്നു. അതിന് മറുപടിയായി നരേന്ദ്രമോദി ചൈനയിൽ പോയി, റഷ്യയിൽ പോയി, പലയിടത്തും പോയി. പക്ഷേ അവസാനം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ അമേരിക്ക പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറികൾ ആളുകൾ അവതരിപ്പിക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, അവരുടെ രാജ്യത്തിൻ്റെ നയങ്ങളൊക്കെ ഏത് വിധേനയാണ് തീരുമാനിക്കപ്പെടുന്നതെന്നുള്ള ഉത്തരങ്ങളായിരുന്നു എപ്സ്റ്റീൻ ഫയലിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. പക്ഷേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ
നരേന്ദ്രമോദി എന്ന 2014 ശേഷം ഇന്ത്യയുടെ അധികാര കസേരയിലെത്തിയിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2024 ഈ പ്രധാനമന്ത്രിയായി രാജ്യത്ത് തുടരുകയാണ്. എങ്കിൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത് എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും ലോകത്തിലുള്ള രാജ്യങ്ങളെയൊക്കെ നിലനിർത്തി പോകുന്നത്, അവരുടെ ആഭ്യന്തര വിദേശ നയങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഒരു ശ്രേണി അഥവാ ലോകത്തിൻ്റെ മുമ്പോട്ട് പോക്ക്, ലോകത്തിൻ്റെ ഗതിവിധ്യാനം, ലോകത്തിൻ്റെ സഞ്ചാരം, ലോകരാജ്യങ്ങളുടെ നയങ്ങൾ, ഇതിലൊക്കെ സ്വാധീനം ചെലുത്തുന്ന ലോബി എന്നുള്ളത് ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സിയോണിസ്റ്റ് ലോബികളാണ്. ഈ സിയോണിസ്റ്റ് ലോബികളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ 2014 ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അധികാരത്തിലേറാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഇന്ത്യയിൽ എങ്ങനെയുണ്ടായി എന്നുള്ളത് അവിടെ പ്രസക്തമാവുന്നുണ്ട്. 2019 24 അത് തന്നെ തുടർന്നുവെങ്കിലും 14 നരേന്ദ്രമോദിയെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇന്ത്യ രാജ്യത്ത് വളരെ വലിയ മോഡി തരംഗങ്ങൾ ഉണ്ടാവുന്നു. മോഡി ശക്തനായ പ്രധാനമന്ത്രിയാണെന്നും ഇന്ത്യയെ നയിക്കാൻ ദുർബലനായ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ആളുകളല്ല വേണ്ടതെന്നും നരേന്ദ്രമോദി എന്ന അതിശക്തനായ ആളാണ് ഇന്ത്യയെ നയിക്കേണ്ടതുമെന്നുള്ള പ്രചരണങ്ങൾ ഇന്ത്യയിലെമ്പാടും ഉണ്ടാകുന്നു. അത്തരം ചർച്ചകൾ ഉണ്ടാകുന്നു. മീഡിയകൾ, വാർത്താ മാധ്യമങ്ങൾ, അപ്പോഴുണ്ടാവുന്ന സാമൂഹിക സാഹചര്യം, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാർ എന്നുള്ള വിശേഷണം, രാജ്യത്തെമ്പാടും സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത്, അതിനെ ഇല്ലാതാക്കാൻ UPA ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ അഴിമതി മുതൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുൻനിർത്തി വളരെ വലിയ പ്രചരണത്തിന് ശേഷമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിലേറിയത്. എന്നാൽ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയും ചില ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ എന്നുള്ളത് സോഷ്യൽ മീഡിയ, പ്രധാനപ്പെട്ട മീഡിയകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, ലോകത്തിലുള്ള കോർപ്പറേറ്റുകൾ, ഇതൊക്കെ ഒരു ഏക ശ്രേണിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവരാണ് ഗതിവിധ്യാനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവരാണ് രാജ്യത്ത് ആര് ഭരണത്തിലേറണമെന്ന് തീരുമാനിക്കുന്നത്. ഇവരാണ് ഒരു രാജ്യത്തുണ്ടാക്കുന്ന മാറ്റങ്ങളെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അലൻ മാസ്ക് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്. ഇതിൽ ആളുകൾ എന്ത് കൺസ്യൂം ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. നിലവിൽ ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം വിരുദ്ധത എന്നുള്ളത്, ഇസ്ലാമോഫോബിക് എന്നുള്ളത്. അഥവാ സാമൂഹിക സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങളെ കുറ്റവാളികളും ക്രിമിനലുമാണെന്നും അവർ തീവ്രവാദികളാണെന്നും അവർ ഏത് നിമിഷവും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നുമുള്ള അത്തരത്തിലുള്ള കണ്ടന്റുകൾ നിരന്തരമായി ഉൽപ്പാദിപ്പിച്ച് അത് സമൂഹത്തിനിടയിൽ വിതറിക്കൊണ്ടേയിരിക്കുകയാണ്. സമൂഹം അത് കൺസ്യൂം ചെയ്യുന്നു. സിനിമയിൽ അതുണ്ടാവുന്നു, രാഷ്ട്രീയ രംഗത്ത് അതുണ്ടാവുന്നു, മറ്റുള്ള എല്ലാ മേഖലകളിലും അതുണ്ടാവുന്നു, കലാരംഗത്ത് അതുണ്ടാവുന്നു. പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ വരുന്നുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു രാജ്യത്ത് കൺസ്യൂം ചെയ്യേണ്ട, ഒരു ജനത കൺസ്യൂം ചെയ്യേണ്ട കണ്ടന്റുകൾ എന്താണെന്ന് പോലും തീരുമാനിക്കാൻ ഈ ശക്തികൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാമൂഹിക പരിതസ്ഥിതിയിലാണ് ആര് ആ രാജ്യത്ത് നയിക്കണം, ആരാണ് അവിടുത്തെ പ്രബലനായ നേതാവ്, ആരാണ് ആ രാജ്യത്തെ നയിക്കാനുള്ള ശക്തി, ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആളുകൾ ചിന്തിക്കേണ്ടതും ഏത് രീതിയിലാണ് എന്ന് തീരുമാനിക്കാൻ ലോകത്തെ ഗതി നിയന്ത്രിക്കുന്ന വിഭാഗം എന്നുള്ള രീതിയിൽ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഈ സിയോണിസ്റ്റ് അച്ചുതണ്ടിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ രാജ്യത്തും ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അത് നമ്മൾ ചിലപ്പോഴൊക്കെ ആ രാജ്യത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുമെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇതിന് പിന്നിലുള്ള കളികളും തീരുമാനങ്ങളും മറ്റൊരിടത്തു നിന്നാണ് രൂപപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്നുള്ള ആളാണ് ഏറ്റവും ശക്തനെന്നും അയാളാണ് രാജ്യത്ത് നയിക്കേണ്ടതെന്നും ഇവിടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇവരുടെ അധീനതയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവർക്ക് എളുപ്പത്തിൽ സ്ഥാപിക്കാൻ കഴിയും.
ആ സ്ഥാപിതമാണ് 2014 തുടർന്ന് അതിനെ തുടർന്നുണ്ടായ ഓരോ വർഷങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതിനനുകൂലമായ സാഹചര്യം എന്നുള്ളത് ഇന്ത്യയിലുള്ള തീവ്ര വലതുപക്ഷവും അതിനോടൊപ്പം തന്നെ രാജ്യത്തുണ്ടാവുന്ന മുസ്ലിം വിരുദ്ധതയുമാണ്. ഈ മുസ്ലിം വിരുദ്ധതയാണ് ഏറ്റവും വലിയ വോട്ട് ബാങ്കായി പിന്നീട് മാറുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ, സിനിമയിൽ കാണിച്ചതുപോലെ, സോഷ്യൽ മീഡിയയിൽ കാണിച്ചതുപോലെ, മറ്റുള്ള ഇടങ്ങളിൽ നിന്നും കാണിച്ചതുപോലെ ഇവിടെ ഒരു ഇസ്ലാമഫോബിക്കായിട്ടുള്ള അന്തരീക്ഷമാണ്, മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉടലെടുത്തുകൊണ്ട് അതിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു വിഭാഗം ഉയർന്നു വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ ഗതിവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിനെ പോലെയുള്ള സംഭവ വികാസങ്ങളും ഇത്തരമൊരു മുസ്ലിം വിരുദ്ധതയുടെയും ഇസ്ലാമിക വിരുദ്ധതയുടെയും പര്യായങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഈ രാജ്യത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെയും മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും.